നമസ്കാരം. CBN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാനതല പട്ടയമേള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ദിവസം കൂടി നമുക്ക് കിട്ടുമെന്നാണ്. മേലൂർ ഗ്രാമപഞ്ചായത്ത് വികസന സെമിനാർ സംഘടിപ്പിച്ചു. ഈ സെമിനാറിൽ നിന്നും അടക്കം വരുന്ന നിർദ്ദേശങ്ങളെ കൂടെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ പദ്ധതിയിലേക്ക് ഈ വർഷത്തെ പദ്ധതിയിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ചേർത്തിരിക്കുന്നത്. നമുക്കറിയാം, അങ്കമാലി ഫിസാദ് എഞ്ചിനീയറിംഗ് കോളേജിൽ ആരംഭിക്കുന്ന 6 അന്തർദേശീയ ലാബുകൾ വെള്ളിയാഴ്ച കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്യും. വലിയ ഒരു തുക കൊടുക്കേണ്ടി വരുമ്പോൾ ഈ ഒരു ഗവൺമെന്റിന്റെ പദ്ധതി പ്രകാരം ചെറിയ ചെലവിൽ ജുഡീഷ്യറിയിലെ അഴിമതിയെക്കുറിച്ചുള്ള അധ്യായം ഉൾക്കൊള്ളുന്ന 8ാം ക്ലാസ് NCERT പുസ്തകം നിരോധിച്ച് സുപ്രീം കോടതി. ചാലക്കുടി പനമ്പള്ളി മെമ്മോറിയൽ കോളേജിന്റെ 1 വർഷം നീണ്ടുനിന്ന സുവർണ ജൂബിലി ആഘോഷങ്ങൾ മാർച്ച് 2 തിങ്കളാഴ്ച സമാപിക്കുമെന്ന് കോളേജ് അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വാർത്തകൾ വിശദമായി. എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങൾ സ്മാർട്ട് എന്ന പ്രഖ്യാപിത ലക്ഷ്യം കൈവരിക്കുന്നതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പട്ടയ വിതരണമേളയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിച്ചു. കേരളക്കാരയ്ക്കാകെ സന്തോഷവും അഭിമാനവും പകരുന്ന ചടങ്ങിനാണ് നാം സാക്ഷ്യം വഹിക്കുന്നത്. 4.5 ലക്ഷം കുടുംബങ്ങൾക്ക് തങ്ങളുടെ ഭൂമിയുടെ അവകാശം കൈകളിലേക്ക് എത്തിച്ചേരുന്നതിന്റെ ചരിത്ര മുഹൂർത്തമാണിതെന്ന് മുഖ്യമന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ജാതി മത രാഷ്ട്രീയ വ്യത്യാസങ്ങളില്ലാതെ സർക്കാർ നടപ്പിലാക്കുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും ജനങ്ങൾ ഒപ്പമുണ്ടായിട്ടുണ്ട്. അത് എന്നും നിലനിൽക്കും. വിവിധ വികസന നേട്ടങ്ങൾ കൈവരിച്ച് കേരള സംസ്ഥാനത്തെ വേറിട്ട് നിർത്താൻ 2016 മുതൽ സർക്കാരിന് സാധിച്ചുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിലെ വലിയ വിഭാഗം കുടുംബങ്ങൾക്കാണ് സഹായം ലഭിക്കുക. 5 ലക്ഷം പട്ടയങ്ങൾ, അതിൽ ഒരു കുടുംബത്തിൽ 4 പേരെ കണക്കാക്കിയാൽ 40 ലക്ഷത്തിലേറെ ആളുകൾക്കാണ് ഇതിന്റെ ഫലം ലഭിക്കുന്നത്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് 1,77,011 പട്ടയങ്ങളാണ് വിതരണം ചെയ്തത്. പിന്നീട് തുടർ ഭരണത്തിൽ ആദ്യഘട്ടത്തിൽ 54,535 പട്ടയവും അതിന്റെ തുടർച്ചയായി 6,769 പട്ടയങ്ങളിൽ ശേഷം 31,499 പട്ടയങ്ങൾ, അതിനുശേഷം 27,784 പട്ടയങ്ങളാണ് ആദ്യ 3 വർഷം കൊണ്ട് വിവിധ ഘട്ടങ്ങളിലായി വിതരണം ചെയ്യാനായത്. ഈ ചടങ്ങിൽ കൈമാറുന്നത് ഉൾപ്പെടെ 4,56,689 പട്ടയങ്ങളാണ് അവകാശികളിലേക്ക് എത്തുന്നത്. ഇത് തുടർ ഭരണത്തിന്റെ പ്രത്യേകതയാണ്. പാവപ്പെട്ട ജനങ്ങൾക്ക് സ്വന്തമായി ഭൂമി, വീട്, ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് സാധ്യമാക്കുന്ന, പാവപ്പെട്ടവർക്ക് സുരക്ഷിതത്വം ഒരുക്കുന്ന സർക്കാരാവാൻ സാധിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. മുത്തങ്ങയിലെ ഭൂസമരത്തെ തുടർന്ന് കുടിയൊഴിപ്പിക്കപ്പെട്ട 253 ആദിവാസി കുടുംബങ്ങൾക്ക് 1 ഏക്കർ ഭൂമി വീതം ലഭ്യമാക്കിയത് ഈ സർക്കാരാണ്. അവശേഷിക്കുന്ന ഭൂരഹിതർക്ക് മരിയനാട് എസ്റ്റേറ്റിലെ 171 ഏക്കർ ഭൂമി ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയാണ്. തിരുവനന്തപുരം ജില്ലയിലെ ചെറ്റച്ചലിൽ നടന്ന സമരം അവസാനിപ്പിക്കാൻ വേണ്ടി 137 കുടുംബങ്ങൾക്ക് ഭൂമി നൽകാൻ കഴിഞ്ഞുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മലയോര മേഖലയിലെ പട്ടയ വിതരണത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിച്ച് 2,634 പട്ടയങ്ങൾ ഈ ചെറിയ കാലയളവിൽ വിതരണം ചെയ്യാൻ സർക്കാരിന് സാധിച്ചുവെന്ന് റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി K. രാജൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച് സംസാരിച്ചു. പട്ടയ മിഷൻ രൂപീകരണത്തെക്കുറിച്ചും തുടർന്ന് നടന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചും മന്ത്രി സംസാരിച്ചു. മലയോര മേഖലയിലെ മനുഷ്യരോട് സർക്കാർ കാണിക്കുന്ന നീതിയാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. 4 ലക്ഷം കുടുംബങ്ങളെ ഭൂമിയുടെ അവകാശികളാക്കി മാറ്റിയ സർക്കാരിനെയും റവന്യൂ വകുപ്പിനെയും ചടങ്ങിൽ മുഖ്യാതിഥിയായ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അഭിനന്ദിച്ചു. നവകേരള സൃഷ്ടിയുടെ ഭാഗമായി നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും വിജയം കൈവരിക്കാൻ സാധിക്കട്ടെ എന്നും ആശംസിച്ചു. തൃശൂർ ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിൽ MLA-മാരായ P. ബാലചന്ദ്രൻ, AC മൊയ്തീൻ, KK രാമചന്ദ്രൻ, സനീഷ് കുമാർ ജോസഫ് MLA, NK അക്ബർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ്, ലാൻഡ് റവന്യൂ കമ്മീഷണർ K. ജീവൻ ബാബു, ജില്ലാ കളക്ടർ
അർജുൻ പാണ്ഡ്യൻ, ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ കെ മീര, തൃശൂർ കോർപ്പറേഷൻ കൗൺസിലർ അഡ്വക്കേറ്റ് ജോയ് ബാസ്റ്റിൻ, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയ നേതാക്കന്മാർ എന്നിവർ പങ്കെടുത്തു. കുറച്ച് ദിവസം കൂടി നമുക്ക് കിട്ടുമെന്നാണ് തോന്നുന്നത്. അങ്ങനെ കിട്ടിയാൽ നേരത്തെ പറഞ്ഞ 5 ലക്ഷത്തിലേക്ക് തന്നെ എത്തിച്ചേരാൻ കഴിയും. ഇത് കേരളത്തിനാകെ സന്തോഷം പകരുന്ന കാര്യം. പക്ഷേ നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേകത ഇത്തരം സന്തോഷങ്ങൾ പൊതുവെ വരുന്നതിനെ ആപത്തായി കാണുന്ന ഒരു ചെറു വിഭാഗമുണ്ട് എന്നുള്ളതാണ്. അവരുടെ മാനസികാവസ്ഥയല്ല കേരളത്തിൽ പൊതുവിൽ ജനങ്ങൾക്കുള്ളത്. ജനങ്ങളാകെ സന്തുഷ്ടത തന്നെയാണ്. ജനങ്ങളെപ്പോഴും ആരോഗ്യകരമായി ചിന്തിക്കുകയാണ്. ഒരു തരത്തിലുള്ള നിഷേധ കാര്യങ്ങളോടും ഒപ്പമല്ല ജനങ്ങൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങൾക്കും ജനങ്ങളുടെ ആകെ സഹകരണവും പിന്തുണയും ലഭിച്ചിട്ടുണ്ട്. എല്ലാം തുടർ ഭരണത്തിന്റെ പ്രത്യേകതയാണ്. കാരണം പട്ടയ വിതരണം എന്നത് ഒരു തുടർ പ്രക്രിയയാണ്. 14 ജില്ലകളിൽ ജനങ്ങളുടെ ഏറ്റവും അടിസ്ഥാന ആവശ്യം നൽകിക്കൊണ്ട് പ്രത്യേകിച്ച് റവന്യൂ വകുപ്പിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാ ആഴ്ചയും കൂടുന്ന റവന്യൂ സെക്രട്ടേറിയറ്റിലൂടെ വർഷങ്ങളായിട്ട് ഇന്ന് 14 ജില്ലകളിലും സംഘടിപ്പിക്കുകയായി തന്നെ റവന്യൂ വകുപ്പിനെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുകയും നമ്മുടെ എല്ലാ രൂപീകരിച്ച പട്ടയ മിഷനും പട്ടയ മിഷന്റെ ഭാഗമായ പട്ടയ അസംബ്ലികളും ഓരോ മണ്ഡലത്തിലെയും ഭൂരഹിതരെ കണ്ടെത്തി അവരുടെ പട്ടയ പ്രശ്നങ്ങൾ പരിഹരിച്ചു വരുന്നു. കേവലം കൈവശ ഭൂമിക്ക് മാത്രമല്ല. റവന്യൂ വകുപ്പ് നടത്തിയ ശ്ലാഘനീയമായ കഠിനാധ്വാനത്തെ ഈ സന്ദർഭത്തിൽ ഹൃദയത്തിന്റെ ഭാഷയിൽ അഭിനന്ദിക്കുകയാണ്. എല്ലാവർക്കും ഭൂമി, എല്ലാവർക്കും വീട്, എല്ലാവർക്കും ആരോഗ്യം, എല്ലാവർക്കും വിദ്യാഭ്യാസം, എല്ലാവർക്കും അടിസ്ഥാന ജീവിത സൗകര്യങ്ങൾ എന്നീ സാമൂഹ്യ നീതിയിൽ അധിഷ്ഠിതമായ സമീപനം നമ്മുടെ ഗവൺമെന്റിന്റെ വികസന സമീപനത്തിന്റെ അടിത്തറയാണ്. മാണിക സൺ ഓഫ് ലോനായി ചേലാണ്ടകുന്നം പേരാമ്പ്ര മസ്ജിദ് തളിക്കുളം തോപ്പിൽ പ്രകാശൻ തെക്കേക്കരമേ പാഞ്ഞാൾ ചന്ദ്രൻ അരീക്കൽ വീട് പുല്ലഴി സുന്ദരൻ ടി ജി ആൻഡ് ജിഷ സുന്ദരൻ തുമ്പായി ഹൗസ് കൂർക്കഞ്ചേരി അരീക്കൽ വീട് വില്ലേജ് ഹൗസ് കൂട്ടാല പാണഞ്ചേരി ബിന്ദുവാൻ ശിവണി പി ആർ വൈഫ് ഓഫ് അപ്പോ പുടയേലി വീട് വി ആർ പുരം പേരാമ്പ്ര വിന്ദാക്ഷൻ കാട്ടുകണ്ടത്തിൽ ഹൗസ് വില്ലേജ് ഉണ്ണികൃഷ്ണൻ മേൽക്കോട്ടിൽ ആനപ്പാറ വിൽവട്ട വില്ലേജ് മേലൂർ ഗ്രാമപഞ്ചായത്ത് വികസന സെമിനാർ സംഘടിപ്പിച്ചു.
ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജാൻസി പൗലോസ് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പോളി പുളിക്കൻ അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് ഹൈമാവതി ശിവൻ, സ്ഥിരം സമിതി അധ്യക്ഷനായ MS ബിജു, ഷിജി വികാസ്, AD സജി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സൗമ്യ ഷിബു, MR രവീന്ദ്രൻ, പഞ്ചായത്ത് അംഗങ്ങളായ ഷീന ബില്ലു, സതി രാജീവ്, ഷീജ പോളി, റിൻസി രാജേഷ്, രമ്യ വിജിത്ത്, സിന്ധു ഉണ്ണികൃഷ്ണൻ, ഗോപിക ഗോപാലകൃഷ്ണൻ, PR പ്രദീപ്, MP അഭിലാഷ്, MT ഡേവിസ്, ജോസഫ് വയനാടത്ത്, ലിൻസൺ ആന്റണി, അനൂപ്, പഞ്ചായത്ത് സെക്രട്ടറി PC അനൂപ് തുടങ്ങിയവർ പങ്കെടുത്തു. 7 കോടി 2 ലക്ഷം രൂപയുടെ കരട് പദ്ധതികളാണ് വികസന സെമിനാറിൽ അവതരിപ്പിച്ചത്. ചർച്ച ചെയ്ത് ഈ സെമിനാറിൽ നിന്നും അടക്കം വരുന്ന നിർദ്ദേശങ്ങളെ കൂടെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ പദ്ധതിയിലേക്ക്, ഈ വർഷത്തെ പദ്ധതിയിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഇന്ന് ചേർന്നിരിക്കുന്നത്. നമുക്കറിയാം, പഞ്ചായത്ത് രാജ് നിയമം നിലവിൽ വന്നതിന് ശേഷം ജനകീയാസൂത്രണ സംവിധാനത്തിലൂടെ നമ്മുടെ കേരളം വലിയ രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാജ്യത്തിന് തന്നെ മാതൃകയാകുന്ന തരത്തിൽ, ഒരുപക്ഷെ ലോകത്തിന് തന്നെ മാതൃകയാകുന്ന തരത്തിലേക്ക് നമ്മുടെ കേരളത്തിന്റെ വികസനം അനുദിനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നമ്മുടെ കേരളം സമസ്ത മേഖലയിലും നേടിയ നേട്ടങ്ങൾ നമ്മുടെ ഗവൺമെന്റിലൂടെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ഏത് മേഖല എടുത്തു നോക്കിയാലും അതിൽ ഏറ്റവും പാവപ്പെട്ട ആളുകൾ മുതൽ ഏറ്റവും ഉന്നത സ്ഥാനത്ത് നിൽക്കുന്ന ആളുകൾ അടക്കമുള്ള ആളുകളെ, എല്ലാ ആളുകളെയും അഡ്രസ് ചെയ്തുകൊണ്ട് എല്ലാ മേഖലയിലും വലിയ മുന്നേറ്റം നടത്തിക്കൊണ്ടാണ് കേരളം മുന്നോട്ട് പോകുന്നത്. നിരവധിയായ മാറ്റങ്ങൾ അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഗവൺമെന്റിലേക്ക് നിൽക്കുകയാണ്. നമുക്കറിയാം, അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം അടക്കം ഏറ്റവും നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും താഴെത്തട്ടിലുള്ള ആളുകളെ അടക്കം കണ്ടെത്തിക്കൊണ്ട് അവരെ അതിൽ നിന്ന് മോചിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുവരാൻ കഴിയാവുന്ന തരത്തിലുള്ള ഇടപെടലടക്കം നടത്തിക്കൊണ്ടാണ് നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ 2ാം ഘട്ടം അടക്കം അതിദാരിദ്ര്യ പ്രഖ്യാപനം നമ്മൾ നടത്തി. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, ഇനി പുതിയതായിട്ട് ആരെങ്കിലും ആ സ്ഥിതിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവരെ അടക്കം കണ്ടെത്തിക്കൊണ്ട് വീണ്ടും ആ അവസ്ഥയിൽ നിന്ന് അവരെ മാറ്റുന്നതിന് വേണ്ടിയിട്ട് അതിന്റെ 2ാം ഘട്ടം അടക്കം പ്രഖ്യാപിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ദാരിദ്ര്യം ഇല്ലാതാക്കുന്ന അവസ്ഥയിലേക്ക് അത്തരം ആളുകളെ കൂടെ ആ ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് സംസ്ഥാന ഗവൺമെന്റ് മുന്നോട്ട് പോവുകയാണ്. നിരവധിയായ ക്ഷേമ പ്രവർത്തനങ്ങൾ അതിന്റെ ഭാഗമായിട്ട് നടക്കുകയാണ്. ഏറ്റവും ഒടുവിൽ നടന്ന സ്ത്രീ സുരക്ഷാ പെൻഷൻ അടക്കമുള്ള സംവിധാനങ്ങളിലൂടെ സംസ്ഥാനം മുന്നോട്ട് പോവുകയാണ്. ഈ സ്ത്രീ സുരക്ഷാ സംവിധാനത്തിന്റെ ഭാഗമായി 1000-ലധികം ആളുകൾ നമ്മുടെ പഞ്ചായത്തിലും അടക്കം അപേക്ഷ സമർപ്പിച്ച് 860ഓളം വരുന്ന ആളുകൾക്ക് അതിന്റെ ആനുകൂല്യം ഇപ്പോൾ കഴിഞ്ഞ മാസം മുതൽ ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ നമുക്ക് നമ്മുടെ കൺമുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ്. 1000 പേരെന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു മാസം 10 ലക്ഷം രൂപ ഈ പറയുന്ന നമ്മുടെ പഞ്ചായത്തിലെ BPL ആയ കുടുംബങ്ങളിൽ ഈ 35 വയസ്സിനും 60 വയസ്സിനും ഇടയിലുള്ള സ്ത്രീജനങ്ങളിലേക്ക് എത്തിച്ചേരുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ 2000 അങ്കമാലി ഫിസാറ്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ ആരംഭിച്ചിരിക്കുന്ന 6 അന്തർദേശീയ ലാബുകൾ വെള്ളിയാഴ്ച കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഫിസാറ്റ് അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേന്ദ്ര സർക്കാരിന്റെ തൊഴിൽ നൈപുണ്യ സംരംഭകത്വ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ സഹകരണത്തോടെ ബാംഗ്ലൂരു എത്തനോ അക്കാദമിയും ഫിസാറ്റ് എഞ്ചിനീയറിംഗ് കോളേജുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നതെന്ന് നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കൌൺസിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അരുൺ കുമാർ പിള്ള വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മൈക്രോസോഫ്റ്റ്, ആപ്പിൾ, ഓട്ടോഡെസ്ക്, VLSI, ARVR, നൈഡർ തുടങ്ങിയ അന്തർദേശീയ കമ്പനികളുടെ രാജ്യാന്തര നിലവാരത്തിലുള്ള ലാബുകളാണ് ഫിസാറ്റിൽ ഒരുക്കിയിരിക്കുന്നത്. 7 കോടി ചെലവിൽ നിർമ്മിച്ച ലാബുകളിൽ നൂതന സാങ്കേതിക വിദ്യകൾ വിദ്യാർത്ഥികൾക്ക് പകർന്നു നൽകുന്നതിന് സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഫിസാറ്റിലെ വിദ്യാർത്ഥികൾക്ക് പുറമെ മറ്റു കോളേജുകളിലെയും സ്കൂളുകളിലെയും വിദ്യാർത്ഥികൾക്കും നൂതന സാങ്കേതിക വിദ്യകൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന പൊതുവിഭാഗത്തിൽപ്പെട്ടവർക്കും ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റുകളും ലഭിക്കും. ഇതിനകം ഏകദേശം 3500 കുട്ടികൾക്ക് ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻസ് പ്രോഗ്രാമുകൾ പൂർത്തിയായി കഴിഞ്ഞതായും ഫിസാറ്റ് അധികൃതർ പറഞ്ഞു. ചടങ്ങിൽ റോജി എം ജോൺ MLA അധ്യക്ഷത വഹിക്കും. സംസ്ഥാന വ്യവസായ വകുപ്പ് മന്ത്രി P രാജീവ്, ബെന്നി ബെഹനാൻ MP, ഫെഡറൽ ബാങ്ക് ചീഫ് ഹ്യൂമൻ റിസോഴ്സ് ഓഫീസർ N രാജനാരായണൻ, ഫിസാറ്റ് ചെയർമാൻ PR ഷിമിത്ത്, ഇന്ത്യൻ സൊസൈറ്റി ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ പ്രസിഡന്റ് ഡോക്ടർ പ്രതാപ് സിംഗ് ദേശായി, ഫിസാറ്റ് വൈസ് ചെയർമാൻ സച്ചിൻ ജേക്കബ് പോൾ, ട്രഷറർ ജനീബ് J കാച്ചപ്പള്ളി, എത്തനോ ടെക് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ കിരൺ രാജന്ന തുടങ്ങിയവർ പങ്കെടുക്കും. വാർത്താസമ്മേളനത്തിൽ ഫിസാറ്റ് ചെയർമാൻ PR ഷിമിത്ത്, എത്തനോ ടെക് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ കിരൺ രാജന്ന, ട്രഷറർ ജനീബ് J കാച്ചപ്പള്ളി, പ്രിൻസിപ്പൽ ഡോക്ടർ ജേക്കബ് തോമസ്, പബ്ലിക് റിലേഷൻസ് മാനേജർ ഷിൻഡോ സെബാസ്റ്റ്യൻ എന്നിവരും പങ്കെടുത്തു. അത് വളരെ ചുരുങ്ങിയ ചെലവിൽ കേന്ദ്ര ഗവൺമെന്റ് ലഭ്യമാക്കിയിട്ടുണ്ട്. സാധാരണ പുറത്തുനിന്ന് ഇത്തരത്തിലുള്ള കോഴ്സുകൾ ചെയ്യുമ്പോൾ വലിയ ഒരു തുക കൊടുക്കേണ്ടി വരുമ്പോൾ
ഈ ഒരു ഗവൺമെൻറ്റിൻ്റെ പദ്ധതി പ്രകാരം ചെറിയ ചെലവിൽ കുട്ടികൾക്ക്, എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്ക് അവർക്ക് ജീവിതത്തിലേക്ക്, ഭാവിയിലേക്ക് ജോലി ലഭിക്കുന്നതിന് ആവശ്യമായ, അല്ലെങ്കിൽ സ്വന്തമായി ഒരു ബിസിനസ് ചെയ്യുന്നതിന് ആവശ്യമായ കോഴ്സുകൾ അവിടെ പഠിക്കാൻ കഴിയുന്നതാണ്. കേരളത്തിലെ ഒരേ ഒരു സ്ഥാപനമാണ് which has got this particular facility, the Center for Future Skills. All over India, somewhere around 30 plus institutions are there, but in Kerala, we are the first one. And we are very much thankful to Ministry of Skill Development and Entrepreneurship and the Implementation Agency at Ethnotech for establishing the Center of Excellence at FISA. We have started in the last semester itself. About 3,500 students are already got global certification. In this semester itself, somewhere around 1,800 plus students have already trained, and they have already got one global certification by this time, and then we getting that another certification within no time. So that's the beauty of this particular program. മന്ത്രി വീണ ജോർജിനെ ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് CPM മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടൗണിൽ പ്രതിഷേധ പ്രകടനവും പ്രതിഷേധ യോഗവും സംഘടിപ്പിച്ചു. ഏരിയ സെക്രട്ടറി KS അശോകൻ ഉദ്ഘാടനം ചെയ്തു. KI അജിതൻ അധ്യക്ഷനായി. TP ജോണി, ജിൽ ആന്റണി, AM ഗോപി, CS സുരേഷ് എന്നിവർ സംസാരിച്ചു. ചെറിയ ഒരു കാര്യമായി ഞങ്ങൾ CPIM കാണുന്നില്ല എന്നതാണ്. ആ ആക്രമണത്തെ ഞങ്ങൾ ശക്തിയായി അപലപിക്കുകയാണ്, പ്രതിഷേധിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ നമുക്കറിയാം, ഈ കേരളം ഇന്ന്, ഈ കൊച്ചു കേരളം ഇന്ന് അപലപിക്കുകയും ചെയ്യുന്നു. പാർട്ടി ഏരിയ കമ്മിറ്റിയുടെ അപലപനം ആണ് ഇവിടെ നടക്കുന്നത്. ഈ പ്രകടനത്തിൽ പങ്കെടുത്ത മുഴുവൻ സഖാക്കളെയും പ്രിയപ്പെട്ടവരെയും പാർട്ടി കൊണ്ടുവന്ന് റീത്ത് സമർപ്പിച്ചു പോയി. ഇപ്പോൾ 3-ാം ദിവസമാണ് KISന്റെ ഗുണ്ടകളെ കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു ആക്രമണത്തിന് പ്രതിഷേധം. ഒരു ആരോഗ്യമന്ത്രിക്ക് നേരെ കേരളത്തിന്റെ ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത രീതിയിൽ അദ്ദേഹത്തെ കായികമായി ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ വേണ്ടി നടത്തിയിട്ടുള്ള ഹീനമായ ഒന്നും CPM ആദ്യമായിട്ട് നേരിടുന്നതല്ല. എല്ലാ തരത്തിലുള്ള ആക്രമണത്തെയും ചെറുക്കാനും പ്രതിരോധിക്കാനും ശക്തിയുള്ള സംഘടന തന്നെയാണ് കേരളത്തിനകത്തുള്ള CPM എന്ന് നയത്തോടൊപ്പം കേരളത്തിന്റെ സമൂഹ മനസ്സാക്ഷി ഒന്നടക്കം അണിചേരണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പ്രതിഷേധം അല്ലെങ്കിൽ ചെറുപ്പക്കാർക്ക് ഒരു തെറ്റുപറ്റിയാൽ അതിനെ തിരുത്തേണ്ട ആളുകൾ വലിയ ആളുകളാണ്, പ്രായമായ ആളുകളാണ്. പക്ഷെ KISന്റെ ആക്രമണത്തെ പോലും. ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ നിന്നും സുത്യർഹമായ സേവനത്തിന് ശേഷം വിരമിക്കുന്ന SHO MK സജീവന് കേരള വ്യാപാരി വ്യവസായി ഏകോപന ജില്ലാ ട്രഷറർ ജോയ് മൂത്തടൻ അധ്യക്ഷനായി. ചാലക്കുടി DYSP PH ഇബ്രഹാൻ, കൊരട്ടി സ്റ്റേഷൻ SHO അമൃതരംഗൻ, ചാലക്കുടി സബ് ഇൻസ്പെക്ടർ അജിത്, അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ബിനു മഞ്ഞളി, ട്രഷറർ ഷൈജു പുത്തൻപുരയ്ക്കൽ, വൈസ് പ്രസിഡന്റ് ചന്ദ്രൻ കൊളത്താപ്പള്ളി, സെക്രട്ടറിമാരായ ഡേവിസ് വെളിയത്ത്, NA ഗോവിന്ദൻകുട്ടി, ജോബി മേലെടുത്ത്, റൈസൻ ആലുക്ക, ആൻഡോ മീനച്ചേരി, ആൻഡു എരിഞ്ഞേരി, ജോയ് പാനിക്കുളം, യൂത്ത് വിംഗ് സെക്രട്ടറി TB ബിനു എന്നിവർ പങ്കെടുത്തു. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടം തുടരുന്നു. 5 ദിവസത്തിനിടെ 3000-ലധികം രൂപ വർദ്ധിച്ച ശേഷമാണ് വ്യാഴാഴ്ച സ്വർണ്ണവിലയിൽ നേരിയ ഇടിവ് ഉണ്ടായത്. പവന് 160 രൂപയാണ് കുറഞ്ഞത്. 1,18,560 രൂപയാണ് ഒരു പവന് സ്വർണത്തിന്റെ വില. ഗ്രാമിന് 20 രൂപയാണ് കുറഞ്ഞത്. 14,820 രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില. കഴിഞ്ഞ ദിവസം പവന് ഒറ്റയടിക്ക് 1,120 രൂപ വർദ്ധിച്ചതോടെയാണ് സ്വർണ്ണവില വീണ്ടും 1,18,000-ന് മുകളിലെത്തിയത്. ഈ മാസത്തിന്റെ തുടക്കത്തിൽ 1,17,760 രൂപ
രൂപയായിരുന്നു 1 പവൻ സ്വർണത്തിന്റെ വില. 2-ന് രേഖപ്പെടുത്തിയ 1,07,920 രൂപയാണ് ഈ മാസത്തെ ഏറ്റവും താഴ്ന്ന നിലവാരം. ജനുവരി 29-ന് രേഖപ്പെടുത്തിയ 1,31,160 രൂപയാണ് സ്വർണ്ണവിലയിലെ റെക്കോർഡ്. ഡിസംബർ 23-നാണ് പവൻ വില ആദ്യമായി ലക്ഷം കടന്നത്. ഇപ്പോൾ കൂടിയും കുറഞ്ഞു നിൽക്കുകയാണ് സ്വർണ്ണവില. ആഗോള വിപണിയിലെ സാഹചര്യങ്ങളാണ് സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ പ്രതിഫലിക്കുന്നത്. ചാലക്കുടി പനമ്പള്ളി മെമ്മോറിയൽ കോളേജിന്റെ 1 വർഷം നീണ്ടുനിന്ന സുവർണ ജൂബിലി ആഘോഷങ്ങൾ മാർച്ച് 2-ന് തിങ്കളാഴ്ച സമാപിക്കുമെന്ന് കോളേജ് അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 10 മണിക്ക് കോളേജിൽ നടക്കുന്ന ചടങ്ങിൽ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം ചെയ്യും. പ്രിൻസിപ്പൽ ഡോക്ടർ KS ഷാജു അധ്യക്ഷനാകും. ഡോക്ടർ സജിത മഠത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും. ഡോക്ടർ വത്സൻ വാതുശ്ശേരി സുവർണ ജൂബിലി സ്മരണിക പ്രകാശനം ചെയ്യും. വൈസ് പ്രിൻസിപ്പൽ ആൽബർട്ട് ആന്റണി, ജൂബിലി ആഘോഷ കമ്മിറ്റി കൺവീനർ ഡോക്ടർ MC ഗിരീഷ്, നഗരസഭാ കൌൺസിലർമാരായ റീന ഡേവിസ്, നിതിൻ പുല്ലൻ, ഷിഫ സന്തോഷ്, PTA വൈസ് പ്രസിഡന്റ് അജി പോൾ, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് MD ഷാജു, കോളേജ് യൂണിയൻ ചെയർമാൻ മുജീബ് റഹ്മാൻ തുടങ്ങിയവർ പ്രസംഗിക്കും. വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ KS ഷാജു, ആൽബർട്ട് ആന്റണി, അജി പോൾ, ഡോക്ടർ MC ഗിരീഷ്, ഷിൻഡോ M കുര്യാക്കോസ്, ഡോക്ടർ SS ജയകുമാർ, മുജീബ് റഹ്മാൻ എന്നിവർ പങ്കെടുത്തു. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ചുള്ള കലശ ചടങ്ങുകൾ അന്തിമഘട്ടത്തിലേക്ക്. വ്യാഴാഴ്ച കലശം 7 ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. വിശിഷ്ടമായ തത്വകലശമാണ് വ്യാഴാഴ്ച നടക്കുന്നത്. കൂത്തമ്പലത്തിൽ കലശത്തിനുള്ള സ്വർണ്ണ വെള്ളിക്കുടങ്ങൾ സജ്ജമായി. കലശം 8-ാം ദിവസമായി വെള്ളിയാഴ്ചയാണ് ഗുരുവായൂരപ്പന് അതിവിശിഷ്ടമായ സഹസ്ര കലശാഭിഷേകം. വെള്ളിയാഴ്ച പുലർച്ചെ 4 മുതൽ രാവിലെ 11:30 വരെയാകും നിയന്ത്രണം. ശനിയാഴ്ച വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം നാലമ്പലത്തിൽ പ്രവേശനം ഉണ്ടാവില്ല. ഈ വർഷത്തെ ഉത്സവം ഈ മാസം 28-ന് കൊടിയേറി മാർച്ച് 9-ന് തിങ്കളാഴ്ച ആറാട്ടോടെ സമാപിക്കും. ചാലക്കുടി എക്സൈസും കൊന്നക്കുഴി ഫോറസ്റ്റ് സ്റ്റേഷനും സംയുക്തമായി നടത്തിയ റെയ്ഡിൽ അനധികൃതമായി കൊന്നക്കുഴി ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഉൾവനത്തിൽ പാറക്കെട്ടുകൾക്കിടയിൽ ഒളിപ്പിച്ചുവെച്ച 250 ലിറ്റർ ചാരായം വാറ്റൻ പാകപ്പെടുത്തിയ വാഷും 5 ലിറ്റർ ചാരായവും കണ്ടെത്തി കേസെടുത്തു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് ജെയ്സൺ ജോസിന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയത്. റേഞ്ച് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ PP ഷാജിയുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. ചാലക്കുടി റേഞ്ച് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ സുകേഷ് കുമാർ വണ്ടിച്ചാലിന്റെ നേതൃത്വത്തിൽ കൊന്നക്കുഴി ഫോറസ്റ്റ് സ്റ്റേഷനുമായി ചേർന്നാണ് സംയുക്തമായി പരിശോധന നടത്തിയത്. തെനെട്ടാംപാറ വനഭൂമിയിൽ നീർച്ചോലക്കരയിൽ പാറക്കെട്ടുകൾക്കിടയിൽ കുഴികുത്തി ചപ്പുചവറുകൾ കൊണ്ട് മൂടിവെച്ച നിലയിലായിരുന്നു വാഷും ചാരായവും കണ്ടെത്തിയത്. സിവിൽ എക്സൈസ് ഓഫീസർമാരായ അനീഷ് ചന്ദ്രൻ, PA അജിത്, സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ മുഹമ്മദ് ഷാൻ എന്നിവരും കൊന്നക്കുഴി ഫോറസ്റ്റ് സ്റ്റേഷൻ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ US സഞ്ജിൻ, R വിജയകുമാർ, ഫോറസ്റ്റ് ബീറ്റ് അസിസ്റ്റന്റ് രാജൻ എന്നിവരും പരിശോധനയിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനതല പട്ടയമേള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ദിവസം കൂടി നമുക്ക് കിട്ടുമെന്നാണ്. മേലൂർ ഗ്രാമപഞ്ചായത്ത് വികസന സെമിനാർ സംഘടിപ്പിച്ചു. ഈ സെമിനാറിൽ നിന്നും അടക്കം വരുന്ന നിർദ്ദേശങ്ങളെ കൂടെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ പദ്ധതിയിലേക്ക്, ഈ വർഷത്തെ പദ്ധതിയിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഇന്ന് ചേർന്നിരിക്കുന്നത്. നമുക്കറിയാം, അങ്കമാലി ഫിസാദ് എഞ്ചിനീയറിംഗ് കോളേജിൽ ആരംഭിക്കുന്ന 6 അന്തർദേശീയ ലാബുകൾ വെള്ളിയാഴ്ച കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്യും. വലിയ ഒരു തുക കൊടുക്കേണ്ടി വരുമ്പോൾ ഈ ഒരു ഗവൺമെന്റിന്റെ പദ്ധതി പ്രകാരം ചെറിയ ചെലവിൽ ജുഡീഷ്യറിയിലെ അഴിമതിയെക്കുറിച്ചുള്ള അധ്യായം ഉൾക്കൊള്ളുന്ന 8ാം ക്ലാസ് NCERT പുസ്തകം നിരോധിച്ച് സുപ്രീം കോടതി. ചാലക്കുടി പനമ്പള്ളി മെമ്മോറിയൽ കോളേജിന്റെ 1 വർഷം നീണ്ടുനിന്ന സുവർണ ജൂബിലി ആഘോഷങ്ങൾ മാർച്ച് 2-ന് തിങ്കളാഴ്ച സമാപിക്കുമെന്ന് കോളേജ് അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.